ആഗോള വിപണി വിലയ്ക്ക് ആനുപാതികമായി റബ്ബർ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ചൂണ്ടിക്കാണിച്ച ജോസ് കെ മാണി എം പി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. UDF എംപിമാർ റബ്ബർ കർഷകർക്കായി ശബ്ദിക്കുന്നില്ലെന്നാണ് മന്ത്രി VN വാസവന്റെ ആരോപണം. ആഗോള വിപണിയിൽ റബ്ബർ വില കുതിക്കുകയാണ്. ഇന്നലെ ബാങ്കോങ് വിപണി വില 216 രൂപയായിരുന്നു. എന്നാൽ ആഭ്യന്തര മാർക്കറ്റിൽ കർഷകർക്ക് ലഭിച്ചത് 168 രൂപ മാത്രം. ഈ വിവേചനം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജോസ് കെ മാണി പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ കുറവാണ്, അവ പുറത്ത് വില കൂടുതലുണ്ട്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വിപണി വില കുറവാണ്. ഇത് ബോധപൂർവം ഇന്ന് കേന്ദ്ര സർക്കാർ വില ഇടിച്ചു താത്തിരിക്കുകയാണ്. ഇത് അനീതിയാണ് നമ്മുടെ കർഷകരോട് ചെയ്യുന്നത്. എത്രയും പെട്ടെന്നത് കർഷകർക്ക് ഏറ്റവും ചുരുങ്ങിയത് 250 രൂപ എങ്കിലും ആക്കണം 1 കിലോ റബ്ബറിന്. ഈ ഘട്ടത്തിൽ പോലും കേരളത്തിലെ UDF എംപിമാർ റബ്ബർ കർഷകർക്കായി ശബ്ദിക്കുന്നില്ലെന്ന് മന്ത്രി VN വാസവൻ ആരോപിച്ചു. അന്തർദേശീയ വിപണിയിൽ 214 രൂപ റബ്ബറിന് വിലയായിട്ടും ഇവിടെ അതിനനുസരിച്ച് വില ഉയർത്താൻ പ്രയത്നിക്കേണ്ട റബ്ബർ ബോർഡും കേന്ദ്ര ഗവൺമെന്റും ആ കാര്യത്തിൽ നടപടിയെടുത്ത് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമായ കാര്യമാണ്. റബ്ബർ വില ഉയരുമ്പോഴും കേന്ദ്ര സർക്കാർ ടയർ കമ്പനിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് കർഷക സംഘം ആരോപിച്ചു. ഈ ടയർ മുതലാളിമാരെ സംരക്ഷിക്കുന്നതിന് പകരം ഇന്ത്യയിലെ കർഷകരെ സഹായിക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. എല്ലായ്പ്പോഴും നരേന്ദ്രമോദി ഗവൺമെൻറ് അതിന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ ആഗോള വിപണിയിലെ വില വർധനവിനനുസൃതമായി ഇന്ത്യയിലെ റബ്ബർ കർഷകർക്ക് വില ലഭിക്കുന്നതിനാവശ്യമായ നടപടി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ റബ്ബർ ബോർഡും സ്വീകരിക്കണമെന്നാണ് കേരളത്തിലെ കർഷക സംഘത്തിൻ്റെ അഭിപ്രായം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ലോക വിപണിയിൽ റബ്ബർ വില കുതിച്ചുയരുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബർ കാർഷിക വിഷയവും തെരഞ്ഞെടുപ്പിൽ ചൂടേറിയ ചർച്ചയാവുകയാണ്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.